കൂറ്റൻ ചരക്ക് കപ്പലുകൾ എത്തുന്നത് മാത്രമല്ല ഇന്ന് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത, മറിച്ച് ഇന്ത്യയെ അയൽ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രതിവാര ജേഡ് സർവീസ് കൂടിയാണ്. വലിയ പ്രതീക്ഷകൾ നൽകുന്ന വിഴിഞ്ഞത്തിൻ്റെ മുഖം മാറ്റുന്ന ജേഡ് സർവീസ് എന്താണ്? നമുക്ക് നോക്കാം. തുറമുഖത്തിന്റെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയുടെ നട്ടെല്ലാണ് ജെയ്ഡ് സർവീസ്. ഇത്രയും നാളും സിംഗപ്പൂർ തുറമുഖത്തെ ആശ്രയിച്ചിരുന്ന ഇന്ത്യക്കും അയൽ രാജ്യങ്ങൾക്കും വിഴിഞ്ഞം തുറമുഖം മറ്റൊരു സാധ്യത കൂടി തുറക്കുകയാണ്. ദക്ഷിണേഷ്യയുടെ ചരക്ക് ഗതാഗതത്തിന്റെ മുഖമായി മാറാൻ പോകുന്ന വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ ജെയ്ഡ് സർവീസിനെ കുറിച്ച് കൂടി പറയേണ്ടി വരും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് സ്വന്തമായുള്ളത് 155ലധികം രാജ്യങ്ങളെ 260ലധികം ട്രേഡ് റൂട്ടുകളിലൂടെ ബന്ധിപ്പിക്കുന്ന ചരക്ക് ഗതാഗത സംവിധാനം. ഈ ഗതാഗത സംവിധാനത്തിലെ പ്രധാനപ്പെട്ട സർവീസുകളിലൊന്നാണ് ജേഡ് സർവീസ്. ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിനെ ചുറ്റി യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകുന്ന പ്രധാന കപ്പൽ പാതകളിലൊന്ന്. ചൈന, സിംഗപ്പൂർ, യൂറോപ്പ് എന്നീ രാജ്യങ്ങൾ മാത്രം ഉൾപ്പെട്ട പട്ടികയിലേക്ക് അഭിമാനത്തോടെ വിഴിഞ്ഞവും. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ശ്രേണിയിൽപ്പെട്ട MSC മിയ വിഴിഞ്ഞത്തേക്ക് ജെയ്ഡ് സർവീസ് നടത്തിയത് കഴിഞ്ഞ മാസം. ചൈനയിൽ നിന്ന് വിഴിഞ്ഞവും താണ്ടി ഇറ്റലി വരെയായിരുന്നു ആദ്യ സർവീസ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് വരെ ഇന്ത്യയിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും വരുന്ന ചരക്കുകൾ സിംഗപ്പൂർ തുറമുഖത്തെത്തി ചെറുകപ്പലുകളിൽ വിവിധയിടങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതായിരുന്നു രീതി. ജേഡ് സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് കേന്ദ്രീകരിക്കപ്പെടുമെന്നത് വലിയ നേട്ടം. ചുരുക്കത്തിൽ വിഴിഞ്ഞത്തിന്റെ മുഖം മാറുകയാണ്. ദക്ഷിണേഷ്യയിലേക്ക് എത്തുന്ന ചരക്കുകളുടെ സുരക്ഷിത കൈമാറ്റം എന്നതും ജെയ്ഡ് സർവീസുകളുടെ പ്രത്യേകതയാണ്. ചൈനയിലെ കിങ്ഡോവോ, സിംഗപ്പൂർ തുറമുഖം, സ്പെയിനിലെ വലൻസിയ പോർട്ട് ഇവയോടൊപ്പം വിഴിഞ്ഞം തുറമുഖവും പേര് ചേർത്ത് കഴിഞ്ഞു. ക്യാമറമാൻ അഭിലാഷിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം.